സിറാജ് ലൈവിലേക്ക് സ്വാഗതം. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സക്കാത്ത്. പാവപ്പെട്ടവർക്ക് സമ്പന്നൻ നൽകേണ്ടുന്ന, നിർബന്ധമായും നൽകേണ്ടുന്ന ധനം. ഇത് വിനിയോഗിക്കാൻ ഇസ്ലാം കുറേ നിഷ്കർഷകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ വ്യവസ്ഥയുണ്ട്. ആർക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നതിന് കൃത്യമായ നിയമാവലിയുണ്ട്. എന്നാൽ ആ നിയമാവലിയെ എല്ലാം കാറ്റിൽ പറത്തി സക്കാത്ത് ധനം പുട്ടടിക്കുന്ന രീതിയിലേക്ക് ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന പുതിയൊരു മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. പാവപ്പെട്ടവന് സൗജന്യമായി നൽകേണ്ട, പാവപ്പെട്ടവന് അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് നിർബന്ധമായും നൽകേണ്ടുന്ന സക്കാത്തിനെ ചാനൽ പ്രവർത്തനങ്ങൾക്കും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും വിനിയോഗിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ബൈത്തുൽ മാൽ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരുന്ന സംഘടിത സക്കാത്ത് കൂടുതൽ ഗൂഢലക്ഷ്യങ്ങളുമായി ബൈത്തു സക്കാത്ത് എന്ന പേരിൽ പുതിയൊരു പദ്ധതിയായി മാറിയിരിക്കുന്നു. അതിന് റാൻ മൂളുകയാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തു സക്കാത്ത്? അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ജമാഅത്തെ ഇസ്ലാമി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ്? അക്കാര്യം ചർച്ച ചെയ്യുകയാണ് സിറാജ് ലൈവിൻ്റെ ഈ സ്പെഷ്യൽ ഡിബേറ്റ്. ഈ ഡിബേറ്റിൽ എനിക്കൊപ്പം ചേരുന്നു ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി, സുനി വോയിസ് എഡിറ്റർ, ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സക്കാഫി കോട്ടുമല, ഒപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അലി കിനാലൂരും. ആദ്യം ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരിയിലേക്കാണ്. ഉസ്താദെ, ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയുടെ പല പ്രവർത്തനങ്ങളെയും സുന്നികൾ പരമ്പരാഗതമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പല ഒളിച്ചു കടത്തലുകൾക്കുമെതിരെ നമ്മൾ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ കാലങ്ങളായിട്ട് എതിർത്തു വരുന്ന ആ രീതിയിലുള്ള ഒരു എതിർപ്പ് തന്നെയാണോ ഇപ്പോൾ ബൈത്തു സക്കാത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്? അല്ലെങ്കിൽ ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന ഈ പദ്ധതിയെ എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്? അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിലെ പഞ്ചകർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്തല്ല, അത് നിസ്കാരം. അത് സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്നുമാണ്. എന്തായാലും വലിയ പ്രാധാന്യമുള്ള, കുറച്ചുകൂടെ സാമൂഹിക പ്രാധാന്യമുള്ള ഒരാരാധനയാണ് സക്കാത്ത്. ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സുന്നി പണ്ഡിതന്മാർ എതിർക്കുക, ആ ഒരു പാരമ്പര്യ രീതിയുടെ നിർവഹണം തന്നെയാണോ ഈ ബൈത്തുൽ സക്കാത്തിനെയും അവരുടെ ഈ സാമ്പത്തിക സംരംഭങ്ങളെയും നമ്മൾ എതിർക്കുന്നത് വഴി നിർവഹിക്കുന്നത് എന്നാണ് പ്രധാനമായും ചോദിച്ചത്. സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ, മറ്റ് ഏത് സംഘടനകളാവട്ടെ, അവരെ അടച്ചാക്ഷേപിക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു രീതിയോ സുന്നി പണ്ഡിതന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ നിർവഹിച്ചു വരുന്ന ഒരു രീതിയോ അല്ല. ഏതൊക്കെ കാലഘട്ടത്തിലാണോ പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായ രീതിയിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നു അവരെ എല്ലാം വേണ്ട വിധം തിരുത്തുക എന്നത് പണ്ഡിത ധർമ്മവും സാമൂഹിക ധർമ്മവും ആയതുകൊണ്ട് സുന്നി പണ്ഡിതന്മാർ അത് നിർവഹിക്കുന്നു എന്ന് മാത്രം. അത് പ്രത്യേകിച്ച് ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം എന്ന രീതിയൊന്നുമല്ല. സുന്നി പ്രസ്ഥാനത്തിൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അതിനെയും ശക്തമായ രീതിയിൽ പണ്ഡിതന്മാർ പ്രതിരോധിച്ചിട്ടുമുണ്ട്. പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളെ ഈയിടെയായിട്ട് കൂടുതൽ എതിർക്കുന്ന ഒരു പ്രതീതി വന്നത് അവർ തന്നെ ഈ സംരംഭങ്ങൾക്ക് പതിവിലധികം പ്രചാരം നൽകിയത് കൊണ്ടാണ്. അവര് സാധാരണഗതിയിൽ ഈ സക്കാത്ത് സംയുക്തമായി സമാഹരിച്ച് അത് നേരത്തെ പറഞ്ഞതുപോലെ അവരുടേതായ പാർട്ടി പ്രവർത്തനത്തിനും മാധ്യമ പ്രവർത്തനത്തിനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അതത് സമയത്ത് പണ്ഡിതന്മാർ നല്ല രീതിയിൽ തന്നെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. മുസ്ലിം ഉമ്മത്തിനെ ആ വിഷയത്തിൽ ബോധവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആദർശത്ത് ഒട്ടി നിൽക്കാത്ത, അവരുടെ വിശ്വാസപ്രകാരം ഇസ്ലാമിൽ തന്നെയും സ്ഥാനമില്ലാത്ത കുറെ രാഷ്ട്രീയ നേതാക്കളെയും മത രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും ഒക്കെ കൂട്ടുപിടിച്ച് സക്കാത്തിന് വളരെയേറെ ജനകീയമായൊരു മാനം വരുത്താനും അതുവഴി അവരുടെ പ്രവർത്തന ഫണ്ട് കൂടുതൽ വിപുലമാക്കാനും ഈ വർഷം മുതൽ അവർ ശ്രമിച്ചു തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായും ആ എതിർപ്പിന്റെയും തലം കുറച്ചുകൂടെ രൂക്ഷമാവുന്നത്. അല്ലാതെ പാരമ്പര്യ ഇങ്ങനെ എതിർത്ത് വരിക, അതിന്റെ ഭാഗമായി ഇതിനും എതിർക്കുക എന്ന് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരുടെയും സമസ്തയുടെയും ചരിത്രം പഠിച്ചാൽ അങ്ങനെ ആർക്കും തോന്നേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച്
ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ മറ്റ് അവാന്തര വിഭാഗങ്ങളാവട്ടെ മതവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും സമൂഹത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഉത്തരവാദിത്വ നിർവഹണം എന്ന രീതിയിൽ സർവ്വ തങ്ങൾ കൽപ്പിച്ചത് പ്രകാരം നാട്ടിലെങ്ങാനും വല്ല പ്രശ്നങ്ങളും ഉത്ഭവിക്കുകയും പണ്ഡിതന്മാർ നിസ്സംഗരാവുകയും ചെയ്താൽ അവർക്ക് മാലാഖമാരുടെയും മറ്റും ശാപുണ്ടാവും എന്ന ഹദീസൊക്കെ കേട്ട് കാണും. ആ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് മൗനം പാലിക്കേണ്ടതല്ല എന്നതുകൊണ്ട് മാത്രമാണ് പുണ്യ പണ്ഡിതന്മാർ വൈകൃതങ്ങളെ എതിർക്കുന്നത്. പ്രത്യേകിച്ച് വലിയൊരു ശതമാനം വിശ്വാസികളുടെ പ്രധാന ആരാധനയാകുന്ന സക്കാത്ത് പിഴവിലാവുക എന്ന് പറഞ്ഞാൽ അത് മിണ്ടാണ്ടിരുന്നാൽ സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വലിയ ദ്രോഹമായി മാറും. അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ പാരമ്പര്യമായി എതിർത്ത് വരിക അതിന്റെ ഭാഗമായി ഇവിടെയും എതിർക്കുക എന്നല്ല. ഇവിടെ ഇപ്പം സക്കാത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം കർശനമായ നിയമവ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. സക്കാത്ത് എങ്ങനെ വിനിമയം ചെയ്യണം, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കണം, ആർക്കൊക്കെ എത്തിക്കണം എന്നത് സംബന്ധിച്ച് പലപ്പോഴും ഈ കാര്യത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി വലിയ തെറ്റിദ്ധാരണകൾ പരത്തുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകളിലൂടെയാണ് സംഘടിത സക്കാത്ത് സാധ്യമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി അതടക്കമുള്ള പുതിയ വാദക്കാർ പറയുന്നത്. ഇസ്ലാം ഇതിൽ നിഷ്കർഷിച്ചിരിക്കുന്ന നിയമവ്യവസ്ഥകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് സംഘടിത സക്കാത്തിനെ പാടില്ല എന്ന് ഇസ്ലാം പറയുന്നത്? പരിശുദ്ധ ഇസ്ലാം സക്കാത്ത് എന്താണെന്നും അത് ഏതൊക്കെ വസ്തുക്കളിൽ നൽകണമെന്നും ഏത് രീതിയിൽ നൽകണമെന്നും കൃത്യമായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നിർബന്ധമായ ദാനമാണ് സക്കാത്ത്, ആരുടെയും ഔദാര്യമല്ല അത്. അങ്ങനെ തന്നെ പറയാൻ കാരണം, ആരെങ്കിലും സക്കാത്ത് ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സക്കാത്ത് ദായകന്റെ വീട്ടിൽ പോയി മേടിച്ചു കൊണ്ടുവരുന്നതോ മോശം പരിപാടിയൊന്നുമല്ല. അതറിയാൻ വേണ്ടിയാണ്, അതറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ പറയുന്നത്. കാരണം അവകാശമാണ്. ഔദാര്യമാകുമ്പോഴാണ് നമ്മൾ ചോദിച്ചു വാങ്ങുന്നതോ അല്ലെങ്കിൽ പോയി കൊണ്ടുവരുന്നതോ ഒക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ആ അവകാശം കൊടുത്ത് തീരുമ്പോൾ മാത്രമാണ് സമ്പന്നന്റെ സമ്പത്ത് അവൻ സക്കാത്ത് നിർവഹിച്ചു എന്ന ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. രണ്ടാമതായി, സക്കാത്ത് നൽകാനുള്ള മാർഗങ്ങൾ അത് 3 വിധത്തിലാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, സക്കാത്തിന് അർഹനായ ആൾ നേരിട്ട് തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾക്ക് നൽകുക. ഇതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. കാരണം കൃത്യമായ രീതിയിൽ തന്നെ സക്കാത്ത് നിർവഹിച്ചു എന്ന് ആ വ്യക്തിക്ക് തന്നെ ഉറപ്പ് കിട്ടും, ബോധ്യം കിട്ടും. രണ്ടാമതായി, വിശ്വസ്തനായ ഒരാളെ ഈ സക്കാത്ത് നൽകാൻ വേണ്ടി വക്കാലത്താക്കും. ഈ വക്കാലത്താക്കുമ്പോഴും നമ്മളൊരാളെ ഒരു സക്കാത്ത് നൽകുന്ന ആൾ ഒരാളെ വക്കാലത്താക്കുന്നു. അദ്ദേഹം അർഹനായ ഒരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത് വരെ സക്കാത്ത് നൽകുന്നയാൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിമുക്തനല്ല. ഈ വക്കീലാകുന്ന ആൾ അത് നൽകാതിരുന്നാലോ അല്ലെങ്കിൽ വക്കീലാകുന്നയാൾ നൽകിയത് അവകാശിയല്ലാത്ത ഒരാൾക്കായാലോ സക്കാത്ത് നൽകിയവന്റെ ദായകന്റെ സക്കാത്ത് നിർവഹിച്ചു എന്ന് വരില്ല. നേരെ മറിച്ച് സക്കാത്ത് നൽകാത്ത കുറ്റത്തിന് അവൻ ശിക്ഷക്കാരനായിരിക്കും. അപ്പോ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോഴും വക്കീലാവുന്ന ആൾക്കും കുറെ പ്രത്യേകമായ നിബന്ധനകളുണ്ട്, അതനുസരിച്ച് പറയേണ്ടതാണ്. എന്തായാലും ഈ വക്കാലത്ത് വഴി നൽകുന്ന രണ്ടാമത്തെ രീതിയിലും കൃത്യമായ രീതിയിൽ ഈ സക്കാത്ത് അർഹത്തെത്തുമ്പോഴാണ് അത് സക്കാത്ത് നിർവഹിച്ചു എന്ന രീതിയിലാവുന്നത്. മൂന്നാമത്തെ രീതി, ഇസ്ലാമിക ഭരണാധികാരി സക്കാത്ത് സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതുമാണ്. അത് നമ്മുടെ നാടുകളിൽ തീരെ പ്രായോഗികമല്ല. ഒന്ന്. രണ്ടാമത്തെ, സക്കാത്തിന്റെ സമ്പത്ത് 2 വിധത്തിൽ. ഒന്ന് ബാത്തിനിയായ സക്കാത്ത്, 2 വാഹിനിയായ. വാഹിനി എന്ന് പറഞ്ഞാൽ പ്രത്യേകം, ബാത്തിനി എന്ന് പറഞ്ഞാൽ പരോക്ഷം. ഈ പരോക്ഷമായ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾക്ക് ഉറപ്പിച്ചു വെക്കാനും മറച്ചു പിടിക്കാനും പറ്റും സമൂഹത്തിൽ. ലളിതമായി അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ. ഉദാഹരണമായിട്ട് അയാളുടെ കയ്യിലുള്ള കറൻസിയുടെ വെക്കാം. എത്ര കറൻസി ഉണ്ടെന്നുള്ളത് ആർക്ക് പറയണമെന്നില്ല, അദ്ദേഹത്തിന് ഉറപ്പിച്ചു വെക്കാം. അപ്രകാരം അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണം സൂക്ഷിപ്പുണ്ടെങ്കിൽ അതിന്റെ വെക്കാം. എത്രയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സ്വർണ്ണമുള്ളത് വെള്ളിയുള്ളത് എന്ന് പരസ്യമാവുന്ന ഒരു സംഗതിയല്ല. രണ്ടാമത്തത്, പരസ്യമായ വസ്തുക്കളുടെ വെക്കാം. അത് ആട് വളർത്തൽ, പശു വളർത്തൽ, ഒട്ടകം വളർത്തൽ, പിന്നെ നെൽകൃഷി, ഇതിലൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ
പൊതുവെ അത് കുറവാണ്. എന്നാലും ഈ തോട്ടഫാമും പശുഫാമും ഒക്കെ നടത്തുന്നിടത്ത് നെൽകൃഷിയും പുറത്തു വരുന്നു. അപ്പോ എന്നാലും നെൽകൃഷി നടത്തുന്നിടത്ത് അതിന്റെ തെറ്റാണ്. ഈ ഭരണാധികാരിക്ക് പോലും ചോദിച്ചു വാങ്ങാൻ പറ്റുക ഈ പരസ്യമായ സമ്പത്തിന്റെ സർക്കാർ മാത്രമാണ്. എന്ന് വെച്ചാൽ നെല്ലിന്റെ സർക്കാർ, അപ്രകാരം ഈ ആട് പോലെയുള്ളതിന്റെ സർക്കാർ, മറിച്ച് പാർട്ടിയായ സമ്പത്തിന്റെ സർക്കാർ ഭരണാധികാരിക്ക് പോലും ചോദിച്ചു വാങ്ങാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സംഘടിത സർക്കാരിൽ മിക്ക സമ്പത്തും ഈ ബാത്തിനിയായ സമ്പത്താണ്. അതുകൊണ്ടാണ് ഇപ്പോ ഈ സംഘടിത സർക്കാർ കൊടുക്കണമെന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗമൊക്കെ ഈ വിധത്തിൽ തന്നെ അതിനെ വിശദീകരിച്ച് ഇന്ന് അന്ന് സക്കാത്തൊന്നും അങ്ങനെ സംഘടിപ്പിച്ചു വാങ്ങാൻ പറ്റില്ല എന്ന് അവരവരുടെ ഔദ്യോഗിക മാർഗങ്ങളിലൊക്കെ എഴുതിയത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ട് സംഘടിത സക്കാത്ത് പ്രശ്നമെന്ന് ചോദിച്ചാൽ, സക്കാത്തിന് അത് നിർവഹിക്കാനും അത് നൽകാനും മതം പറഞ്ഞ പല മാനദണ്ഡങ്ങളെയും അത് ലംഘിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഈ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യാൻ അവകാശമുള്ള ഭരണാധികാരിയെ പോലെയുള്ള ആളുകളില്ലാതെ, ഭരണമില്ലാതെ, അതിന് അർഹതയില്ലാത്ത ആളുകൾ അത് ശേഖരിക്കുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ അവർ ചെലവഴിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും പലപ്പോഴും ഈ സക്കാത്തിന്റെ സമ്പത്തിൽ നിന്നൊക്കെ ഈ അമുസ്ലിങ്ങളാവുന്ന ആളുകൾക്ക് കൊടുത്തത് എന്ന രീതിയിലൊക്കെ ചില കണക്കൊക്കെ കാണാം. സത്യത്തിൽ അമുസ്ലിങ്ങളായ ആളുകളെ സഹായിക്കണം, അവർക്ക് രോഗചികിത്സക്ക് പറ്റിയിട്ട് നമുക്ക് സംഭാവന കൊടുക്കണം, അവരുടെ മക്കളെ കല്യാണം കഴിക്കുന്നതൊക്കെ നമുക്ക് കാണുന്നില്ല. സക്കാത്ത് നൽകാൻ ഖുർആൻ പറഞ്ഞ 8 അവകാശികൾക്ക് പറഞ്ഞു. അത് അങ്ങനെ ഒരു അമുസ്ലിം പെടുന്നത്. അതായത് സക്കാത്ത് കൃത്യമായിട്ട് ആർക്കൊക്കെ നൽകണം എന്ന് വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഭാഗത്തിലേക്ക് മാത്രമേ സക്കാത്ത് പോകാവൂ എന്ന്, അല്ലേ? അതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തേത് എങ്ങനെയാണ് കൃത്യമായി നൽകേണ്ടത് എന്നുമുണ്ട്. അതിലെയും പല നയങ്ങളും ഈ ഇന്ന് കണ്ടുവരുന്ന ഈ സംഘടിത സക്കാത്തുകളിൽ ലംഘിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ആളുകളുടെ സക്കാത്ത് നഷ്ടമാവരുത് എന്നുള്ളത് പണ്ഡിതന്മാർ ഈ നിലവിലുള്ള സംഘടന സംവിധാനങ്ങൾ പുഷ്ടിപ്പെടുത്താനും മാധ്യമ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി സക്കാത്ത് തിരിക്കുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതായത് MIT മൂസയും മാധ്യമപ്രവർത്തകരും ഒക്കെ സക്കാത്ത് വിഹിതം ഉപയോഗിച്ചിട്ടാണ് എന്ന ആരോപണങ്ങൾ, അത് ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ കുറിക്കുകൊള്ളുന്ന ആരോപണങ്ങൾ തന്നെയായി മാറുകയാണ്. അത് ഒളിച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഇപ്പോ അത് 2 രീതിയിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ ഉസ്താദ്, ഈ സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് ഉസ്താദിന് തിരക്കുണ്ട് എന്ന് അറിയിച്ചത് കൊണ്ട് നേരത്തെ തന്നെ ചർച്ചയിൽ നിന്ന് ഉസ്താദിനെ ഒഴിവാക്കി തരികയാണ്. മറ്റു അതിഥികളിലേക്ക് പോവാം. കിനാലൂര്, ഇപ്പം പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ ബൈത്തു സക്കാത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നതോടെയാണ്, ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിച്ചതോടെയാണ് ഈ സംഘടിത സക്കാത്ത് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. എന്താണ് ഈ വിവാദങ്ങളുടെ ഒരു തുടക്കം? ഈ സമീപകാലത്ത് അതിൻ്റെ വിവാദങ്ങളുടെ തുടക്കം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 12-ാം തീയതി ബൈത്തു സക്കാത്തിൻ്റെ 25-ാം വാർഷികത്തിൻ്റെ ലോഗോ ബഹുമാനരായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പ്രകാശിപ്പിക്കുന്നു. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അത് പ്രത്യക്ഷപ്പെടുന്നു. സ്വാഭാവികമായി മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള ഒരാളാണ്, സയ്യിദാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെ സുന്നി ധാരയിൽ ജീവിക്കുകയും അദ്ദേഹം തന്നെയും ആ സുന്നി വിശ്വാസം പങ്കിടുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പദ്ധതി പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നൊരു വിമർശനം സ്വാഭാവികമായി ഉയർന്നു വരുന്നു. ആ വിമർശനവുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഈ ചർച്ച സജീവമായി വരുന്നത്. ഇനി അതിനോടനുബന്ധിച്ച് തന്നെ ഫെബ്രുവരി 1 മുതൽ, ഈ വർഷം ഫെബ്രുവരി 1 മുതൽ 20 വരെ പ്രത്യേക സക്കാത്ത് ക്യാമ്പയിൻ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബൈത്തു സക്കാത്തിൻ്റെ ഭാഗമായി നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ ഇവരുടെ പ്രചാരണങ്ങൾ സജീവമാകുന്നു. പി മുജീബ് റഹ്മാൻ തന്നെയും അത് വിശദീകരിച്ചുകൊണ്ട് എന്താണ് ബൈത്തു സക്കാത്തിൻ്റെ പ്രാധാന്യമെന്നും സക്കാത്ത് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചുകൊണ്ടും പ്രബോധനത്തിൽ ലേഖനം എഴുതുന്നു. സ്വാഭാവികമായും ഈ ബൈത്തു സക്കാത്തിനെതിരെ
സുന്നി പണ്ഡിതന്മാർ കാലങ്ങളായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ ഇവരുടെ പ്രചാരണം ശക്തിപ്പെട്ട സമയത്ത് അതിനോടനുബന്ധിച്ച് തന്നെ വിമർശവും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. സുന്നി പണ്ഡിതന്മാർ ഈ വിഷയം പുതുതായി ഉന്നയിക്കുകയല്ല, കാലങ്ങളായി ബൈത്തുൽ സക്കാത്ത് പദ്ധതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. സംഘടിതമായിട്ടാണ്, അതെ, പുതിയൊരു പേരിൽ അവതരിപ്പിക്കുക. അതെ, ഈ സംഘടിതമായി സക്കാത്ത് സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് പ്രായോഗികമായ കാര്യമല്ല, അത് ഇസ്ലാമികമല്ല എന്ന ആശയം എല്ലാ കാലത്തും സുന്നി പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് പറയുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ അതിനോട് പ്രതികരിക്കുന്നു. ഒരു സംഘടനാ പദ്ധതിക്കെതിരെ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് പ്രതികരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് അധികാരം അർഹതയൊക്കെ ഇല്ലേ? ഉണ്ട്. പക്ഷേ അതെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ എങ്ങനെയാണ് അവരെ സ്വയം അവതരിപ്പിക്കാറുള്ളതെന്ന് ശ്രദ്ധിച്ചാൽ മതി. വളരെ പുരോഗമനവാദികളായി നല്ല ഭാഷ മാത്രം സംസാരിക്കുന്ന അങ്ങനെ ഒരു ഇസ്ലാമിലെ ഒരു പ്രത്യേക വിഭാഗമായി തന്നെ ഞങ്ങൾ അമാന്യമായൊരു സംഭവത്തിനും ഇല്ല എന്ന് പറയുന്നൊരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പുരോഗമനത്തിൻ്റെ എല്ലാ ഭാവങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അങ്ങേയറ്റം അധിക്ഷേപാർഹമായ മാർഗങ്ങളിലൂടെ സുന്നി പണ്ഡിതന്മാരുടെ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. വൈയക്തികമായി തന്നെ ആക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. സുന്നി പണ്ഡിതന്മാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ അങ്ങേയറ്റം മ്ലേച്ഛമായി അവതരിപ്പിക്കുന്ന വിധത്തിലാണ് ഈ വിമർശനങ്ങൾ നേരിടുന്നത്. നമ്മളൊരു പദ്ധതി അവതരിപ്പിക്കുന്നു. ആ പദ്ധതി സ്വാഭാവികമായി ജമാഅത്ത് ഇസ്ലാമി ആവട്ടെ, മുജാഹിദുകളാവട്ടെ, അവർ അവരുടെ വിവിധങ്ങളായ പദ്ധതികൾ അവതരിപ്പിക്കുന്നു. സംഘടനാപരമായി അവർ നടത്തുന്ന പദ്ധതികളുണ്ടാവും. സംഘടനാപരമായിട്ട് അവരുടെ കമ്മിറ്റിയിൽ ആര് വരണം, അതിൻ്റെ സ്വഭാവം എങ്ങനെയാകണം, അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇപ്പുറത്തുള്ളൊരു സുന്നി പ്രസ്ഥാനം അതിന് അഭിപ്രായം പറയില്ല. അതേസമയത്ത് ഇത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ സാമൂഹിക പ്രാധാന്യമുള്ള ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ അത് നിങ്ങൾ ഈ ചെയ്യുന്ന രീതി ഇസ്ലാമികമല്ല എന്ന് പറയാനുള്ള ബാധ്യത സുന്നി പണ്ഡിതർക്കുണ്ട്. അവരത് നിർവഹിക്കുന്നു. ആ വിമർശത്തോടാണ് ഇവർ അങ്ങേയറ്റം അധിക്ഷേപാർഹമായ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്. സുന്നി പണ്ഡിതന്മാരുടെ വിമർശനങ്ങളുടെ ചില കാതലായ ഭാഗങ്ങളാണ് നേരത്തെ ബഹുമാന്യനായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നൊരു ചർച്ച കൂടി ഇതിന് സമാന്തരമായി ഉയർന്നു വന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് ഞങ്ങൾ ഈ ഫണ്ട് 7 ഇനങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കുന്നത്. അവരുടെ തന്നെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. 7 കാര്യങ്ങൾ: വീട് നിർമ്മാണം, സ്വയം തൊഴിൽ പദ്ധതി, വിദ്യാഭ്യാസ സഹായം, ചികിത്സ, കടാശ്വാസം, പെൻഷൻ റേഷൻ, അതേപോലെ 7ാമത്തേതായി കുടിവെള്ളം. ഈ 7 വിഭാഗങ്ങളിലാണ് ബൈത്തുൽ സക്കാത്തിൽ വന്നു ചേരുന്ന സക്കാത്ത് ഫണ്ടുകൾ വിനിയോഗിക്കുന്നത് എന്നാണ് ജമാഅത്തെ ഇസ്ലാമി വിശദീകരിക്കുന്നത്. അങ്ങനെ ഒരു കമ്മിറ്റിക്ക് പണം വാങ്ങിക്കാമോ, ആ കമ്മിറ്റിക്ക് അവരുടെ ഇഷ്ടാനുസാരം അത് വിനിയോഗിക്കാമോ എന്നതൊരു പ്രശ്നമുണ്ട്. കാരണം സക്കാത്ത് സ്വീകരിക്കാൻ അർഹതപ്പെട്ട ആളുണ്ട്. ആ കിട്ടുന്ന പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അത് അർഹതപ്പെട്ട ആളാണ്. അതൊരു കമ്മിറ്റിയല്ല തീരുമാനിക്കേണ്ടത്. അതിന് വിരുദ്ധമായ ഒരു കമ്മിറ്റി തീരുമാനിക്കുകയാണ് ഞങ്ങളിലേക്ക് എല്ലാവരും പണം കൊണ്ടുവരും, ഞങ്ങൾ തീരുമാനിക്കും എന്തിനൊക്കെ വിനിയോഗിക്കണം എന്നുള്ളത്, ഓട്ടോറിക്ഷ വാങ്ങാൻ വിനിയോഗിക്കണോ, വീടുണ്ടാക്കാൻ വിനിയോഗിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നു. അർഹതപ്പെട്ട ആൾക്ക് ആ പണം എന്തിനു വിനിയോഗിക്കണമെന്ന് വ്യക്തിപരമായി സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് അധികാരം ഇസ്ലാം നൽകുന്നുണ്ട് എന്നിരിക്കെയാണ് കമ്മിറ്റിയുടെ ഈ കൈകടത്തൽ ഉണ്ടാകുന്നത്. പക്ഷെ അതിൻ്റെ പ്രശ്നം അതല്ല. ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നത് പോലെ ഇവർ ഈ രീതിയിൽ മാത്രമാണോ ഫണ്ട് വിനിയോഗിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. ഈ ഫണ്ട് ഈ പറഞ്ഞ 7 ഇനങ്ങളിൽ മാത്രമാണോ വിനിയോഗിക്കുന്നത്? അല്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്നെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ നേരത്തെ അതിൻ്റെ ഭാഗമായി നിന്ന ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ ഒരാളെ പേരെടുത്ത് പറയാം, ഒരു വിമർശനത്തിൻ്റെ സത്യസന്ധതയ്ക്ക് വേണ്ടിയാണ് പേരെടുത്ത് പറയുന്നത്. ഖാലിദ് മൂസ നദ്വി. ഖാലിദ് മൂസ നദ്വി ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ അംഗമായിരുന്ന ആളാണ്. മുമ്പ് മാധ്യമത്തിൻ്റെ ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് മാധ്യമ പത്രത്തിൽ നടക്കുന്ന ചില തിരിമറികൾ, സാമ്പത്തികമായിട്ടുണ്ടാവുന്ന സൂക്ഷ്മതയില്ലായ്മ, അഴിമതി, ഇത്തരം വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്ന അബ്ദുൽ ഹക്കീം നദ്വി അധ്യക്ഷനായ കൂട്ടിൽ മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഷൂറ തന്നെ നിയോഗിച്ച ഒരു സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഖാലിദ് മൂസ നദ്വിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഷൂറയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കാലത്ത് പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെ വോയിസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പത്രം നടത്തിപ്പിന് വേണ്ടിയിട്ടും അതേപോലെ മീഡിയ വൺ ചാനൽ നടത്തിപ്പിന് വേണ്ടിയിട്ടും ഈ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ആ വിമർശനത്തിൽ അന്ന് അദ്ദേഹം പല പ്രതികരണങ്ങൾ നടത്തി. ഞാൻ ഇതിൻ്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതി ശരിയല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഈ അടുത്ത കാലത്ത് അദ്ദേഹം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണക്കുറിപ്പ് എഴുതി. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്:
ബൈത്തു സക്കാത്തിൽ നിന്ന് മാധ്യമം മീഡിയ വൺ സ്ഥാപനങ്ങൾ പണം എടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, മറിച്ച് മാധ്യമവും മീഡിയ വണ്ണും മഹത്തായ ദീനീ സംരംഭമാണെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പല വ്യക്തികളും ഈ സ്ഥാപനത്തിന് വേണ്ടി നേരിട്ട് പണം നൽകിയതിനെ പറ്റിയാണ്. അങ്ങനെ പല വ്യക്തികളും നൽകിയത് സക്കാത്ത്, സദക്ക, വഖഫ് ഇനത്തിൽപ്പെട്ട ശുദ്ധധനമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ മീഡിയ വണ്ണിനും മാധ്യമ പത്രത്തിനും വേണ്ടിയിട്ട്, ചാനൽ നടത്തിപ്പിനും പത്രം നടത്തിപ്പിനും വേണ്ടിയിട്ട് ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് എന്ന സുന്നി പക്ഷത്തിന്റെ ആരോപണത്തെ നിരാകരിക്കാനും അതിന്റെ റദ്ദ് ചെയ്യാനാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വിശദീകരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞങ്ങളൊക്കെ ഇതിനു വേണ്ടിയിട്ട് മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ട്, മാധ്യമത്തിന് വേണ്ടിയിട്ട് സക്കാത്ത് ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ചാനൽ നടത്താൻ വേണ്ടി, പത്രം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ സക്കാത്ത് ഫണ്ട് ഉപയോഗിക്കാമോ എന്നത് ഒരു പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന 7 വിഭാഗത്തിന് പുറത്ത് തന്നെ ഈ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സത്യസന്ധമല്ലാത്ത രീതിയിൽ തന്നെ ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നു എന്ന മൗലികമായൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. ഇനി ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പി കെ ഹാഷിം ഹാജി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സഹയാത്രികനായിരുന്ന, എറണാകുളത്ത് ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി തന്നെ അദ്ദേഹത്തിനെതിരെ നടപടികളൊക്കെ ആയിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ സഹകാരിയായിരുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഹാഷിം ഹാജി എന്നെ പറയുന്ന ഒരു വിഷയം, ഈ ഫണ്ട് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരും, എന്നിട്ട് പിന്നെ അതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും, ചില ആളുകൾ വായ്പ ചോദിക്കുന്നവർക്കൊക്കെ ഫണ്ട് കൊടുക്കും. ഇത് അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലും ശരിയായ വിധത്തിൽ നടക്കുന്നില്ല. ആരെങ്കിലും എപ്പോഴെങ്കിലും പോകും, കുറച്ച് പേര് എഴുതി കൊണ്ടുവരും എന്നുള്ളതിനപ്പുറത്തൊന്നും നടക്കുന്നില്ല എന്ന് പറയാണ്. ഒരു വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയിൽപ്പെട്ട സാമൂഹിക പ്രാധാന്യമുള്ള ഒരു ഫണ്ടിനെ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ സാക്ഷ്യമാണ്. ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്, അങ്ങയിലേക്ക് വരാം. ഒരു കാര്യം, കോട്ടുമല ഫാറൂഖ് ഉസ്താദ് ചേരുകയാണ്. ഉസ്താദെ, ഇപ്പം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാലോ. ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും പല ഒളി അജണ്ടകൾ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിഭാഗമാണ്. മതരാഷ്ട്രവാദം എന്ന വാദം ഇപ്പോഴും പൂർണ്ണമായിട്ടും ജമാഅത്തെ ഇസ്ലാമിക്ക് ഉപേക്ഷിക്കാൻ പറ്റിയിട്ടില്ല. മൗദൂദിയെ അവസാന ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞു എന്നതൊക്കെ ശരി തന്നെ, എങ്കിൽ പോലും മൗദൂദിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിൽ ഒരു മോഡേൺ ഇസ്ലാമിൽ നിയമങ്ങൾക്കും വ്യവസ്ഥകളും ഒക്കെ വെട്ടിച്ചുരുക്കി ഒരു മോഡേൺ ഇസ്ലാമിനെ അവതരിപ്പിക്കുക എന്നതാണല്ലോ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന തത്വം. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ തുടർച്ച തന്നെയല്ലേ ഇത്തരം ഒരു ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന പദ്ധതി? യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ്. പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മൗദൂദിയെ തള്ളിപ്പറയുന്നു, മറ്റൊരു ഭാഗത്ത് മൗദൂദിയൻ ആശയങ്ങൾ ഓരോ ദിവസവും നടപ്പാക്കാനുള്ള പുതിയ പുതിയ ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹുക്കൂമത്തെ ഇലാഹി അൽ ഹാക്കിമത്തുൽ ഇലാഹിയ എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ മറ്റു മുസ്ലിം സംഘടനകളും തമ്മിൽ വേർപിരിക്കുന്ന ഒരു അടിസ്ഥാന ഘടകം എന്നുള്ളത്. ആ ഹാക്കിമിയത്തുള്ള അല്ലെങ്കിൽ ഹുക്കൂമത്തെ ഇസ്ലാമി ഇവിടെ നടത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അമീർ എന്നുള്ള പ്രയോഗം തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭരണാധികാരിക്ക് പറയുന്ന ഒരു പേര്, അമീറുൽ മുഅ്മിനീൻ എന്നാണ് ഇസ്ലാമിക ഭരണാധികാരിക്ക് പറയുക. ആ അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേരിനെ ഇന്ത്യയിലേക്ക് കോപ്പി അടിച്ചു. ഇങ്ങനെ ഓരോ ടേമുകളുടെയും ഫ്രേസുകളുടെയും ഇസ്ലാമിക ഖിലാഫത്ത് അല്ലെങ്കിൽ ഭരണത്തിന് കീഴിലുണ്ടാകുന്ന പല പ്രയോഗങ്ങളെയും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ബൈത്തുൽ മാല് അല്ലെങ്കിൽ ബൈത്തു സക്കാത്ത് എന്നൊക്കെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന സംവിധാനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഹാക്കിം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി, ഖലീഫ അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഖലീഫ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ അതുപോലെ ചെയ്യും എന്നൊരു വിഭാഗം വിചാരിച്ചാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു സിദ്ധാന്തം എന്നുള്ളത്. ഒരു ഭരണാധികാരി, ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തുള്ള ഭരണാധികാരി ചെയ്യുന്നതെല്ലാം ഇന്ത്യയിൽ ഒളിഞ്ഞും തെളിഞ്ഞും ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ബൈത്തു സക്കാത്ത് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാവും.
ജമാഅത്തെ ഇസ്ലാമിയുടെ ഓരോ പദ്ധതിയും അത്തരം ചില ശ്രമങ്ങളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സമൂഹത്തിൽ കടത്തി ഈ സമൂഹത്തെ ദുഷിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ എല്ലാ മതങ്ങളും വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിലുണ്ട്, മറ്റു മതങ്ങളിലുണ്ട്, വ്യത്യസ്ത സംഘടനകളിലുണ്ട്. വ്യത്യസ്ത സംഘടനകൾ വ്യത്യസ്ത പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഒരു നിർബന്ധ ബാധ്യതയെ അത് തങ്ങൾക്ക് ഫണ്ട് കിട്ടാനുള്ള ഒരു ശ്രമമായിട്ട് അവരാരും കാണാറില്ല. സുന്നി സമൂഹം നൂറുകണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്, ഹോസ്പിറ്റലുകൾ നടത്തുന്നുണ്ട്, ആയിരക്കണക്കിന് സാന്ത്വന കേന്ദ്രങ്ങളുണ്ട്. കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമുക്ക് ആയിരക്കണക്കിന് സാന്ത്വന കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം സമൂഹത്തിന്റെ നിർബന്ധ ബാധ്യതയായുള്ള സക്കാത്ത് പിരിപ്പിച്ച് സുന്നികളെങ്ങാനും നടത്തിയിരുന്നുവെങ്കിൽ എത്ര സുഖമായിരുന്നു. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത് മുസ്ലിം ഭരണാധികാരിക്കുള്ള ചില അവകാശങ്ങളെ, ആ അവകാശങ്ങളിൽ പോലും അവർ വെള്ളം ചേർത്തു എന്നുള്ളത് വേറൊരു വിഷയമാണ്. മുസ്ലിം ഭരണാധികാരിക്ക് പോലും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സക്കാത്തുകളെയും അവർക്ക് സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള അവകാശം ഇസ്ലാം കൊടുത്തിട്ടില്ല, ഭരണാധികാരിക്ക് പോലും. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി അതൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ സക്കാത്തും ഞങ്ങളാണ് പിരിച്ചെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ അമീറാണ് പിരിച്ചെടുക്കേണ്ടത് എന്നുള്ളൊരു ഭാവത്തോടെ, അല്ലെങ്കിൽ അങ്ങനെ പിരിച്ചെടുത്താൽ സക്കാത്ത് വീടും എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും അതിലേക്കൊക്കെ ഫണ്ട് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. സക്കാത്ത് എന്നുള്ളത് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന് നൽകിയാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസാരം ഒരുപക്ഷെ വീട്ടിലുള്ള പട്ടിണി മാറ്റാനായിരിക്കും, മകളെ കെട്ടിക്കാനായിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസിനായിരിക്കും, ഇങ്ങനെ പല കാര്യങ്ങൾക്കുമായിരിക്കും. ഈ പല കാര്യങ്ങൾക്കും അദ്ദേഹമാണ് അത് തീരുമാനിക്കേണ്ടത്. അതിനു പകരം ഒരു അമീറിന്റെ വേഷം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ വേഷം കെട്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിനെതിരാണ്. മതനിരപേക്ഷ സമൂഹം ഇതിനെ തള്ളിക്കളയേണ്ടതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. മുഹമ്മദ് അലി കിനാലൂർ, ഇപ്പം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന പദ്ധതിയാണ് ബൈത്തു സക്കാത്ത് എന്ന് പറയുന്ന പദ്ധതി. ആ പദ്ധതിയെ തുടക്കത്തിൽ തന്നെ പാണക്കാട്ട് നിന്ന് ആ പദ്ധതിക്ക് ഒരു അനുകൂലമായ രീതിയിലുള്ള പ്രചാരണത്തിൽ പാണക്കാട്ട് കുടുംബാംഗം പങ്കെടുക്കുകയാണ്. അതിന് പിന്നാലെ അലിയാർ കാസിമി അടക്കമുള്ള ആളുകൾ ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ഇത് സ്വീകാര്യതയാണ്, എല്ലാ ഫർദ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും സംഘടിതമായി ചെയ്യണം എന്നൊക്കെ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനെ പിന്തുണച്ചുകൊണ്ട് വരികയാണ്. ഇതിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യം എന്തായിരിക്കും? ഈ ജമാഅത്ത് പദ്ധതിക്ക് ഇങ്ങനെ പുറത്തു നിന്ന് പിന്തുണ വരുന്നതിന്റെ കാര്യം എന്തായിരിക്കും? പാണക്കാട് സയ്യിദുമാർ അവർ സാധാരണഗതിയിൽ ധാരാളം ഉദ്ഘാടനങ്ങൾ നടത്തുന്ന ആളുകളാണ്. സാദിഖ് അലി തങ്ങളായിരുന്നാലും നേരത്തെ ഹൈദരലി തങ്ങൾ, ശിഹാബ് തങ്ങൾ, എല്ലാവരും മുനവറലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന ആളുകളാണ്. അത് ചിലപ്പോൾ അവർ ക്ഷണിക്കപ്പെട്ട സദസ്സിലേക്ക് പോയിട്ട് ഉദ്ഘാടനം ചെയ്യും. ചില ആളുകൾ ചില പദ്ധതികൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടിപ്പിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്ന് അവരുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മറ്റ് ഗൗരവതരമായ വിഷയങ്ങളിലേക്കോ ഇസ്ലാമികമായ സുന്നി പരമായ വിഷയങ്ങളിലേക്കോ ഒന്നും ഇതിൽ പങ്കാളിയാവുന്ന സമയത്ത് മുനവർ അലി ശിഹാബ് തങ്ങൾ അത്തരം ചിന്തകളിലേക്ക് പോയിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിൽ വന്ന അതിഥികളോടുള്ള ഒരു മര്യാദ എന്ന നിലയ്ക്ക് അദ്ദേഹം അത് പാലിച്ചതായിരിക്കാം. പക്ഷെ അങ്ങനെ വേണ്ടതുണ്ടോ എന്ന കാര്യം തീർച്ചയായും അവർ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ അവർ പറയുന്നത് പോലൊക്കെ തന്നെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ എന്ന കാര്യം സയ്യിദുമാർ ആലോചിക്കേണ്ടതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്ത് നമ്മൾ ഈ അലിയാർ കാസിമിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ തന്നെ എത്ര ബാലിശമാണെന്ന് ആലോചിക്കേണ്ടതാണ്. ഇതിനെതിരെ വിമർശങ്ങൾ ഉണ്ടായി വരുന്ന ഘട്ടത്തിൽ ആ വിമർശങ്ങൾ പോലും ഇസ്ലാമോഫോബിയാണ് എന്ന് പറയാനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ പോലും ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പി മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന അമീറിൻ്റെ ലേഖനത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. പ്രബോധനത്തിൽ പ്രസിദ്ധീകരിച്ചാണ്. ആ ലേഖനത്തിലൊരു ഭാഗം ഞാൻ വായിക്കാം. മുസ്ലിം ഇസ്ലാം വെറുപ്പും ഇസ്ലാമോഫോബിയയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ ആത്മീയതയും അനുഷ്ഠാനങ്ങളും എത്രമേൽ മനുഷ്യപ്പറ്റുള്ളതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒന്നാണ് സംഘടിത സക്കാത്ത് സംരംഭങ്ങൾ. അവയ്ക്കെതിരെ
ഫത്വകളുമായി വരുന്നവരും അവയെ വിവാദങ്ങളിൽ അകപ്പെടുത്തി ഇസ്ലാം പേടിയെ ത്വരിപ്പിക്കുന്ന മാധ്യമതന്ത്രങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നവരും നന്നേ ചുരുങ്ങിയത് നന്മയെ തടയുന്നവർ എന്ന ഖുർആനിക വിശേഷണത്തിന് അർഹരാണെന്ന് പറയാതെ വയ്യ. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ, ഈ ഇസ്ലാമോഫോബിയൊക്കെ വളർന്നു വരുന്ന കാലത്ത് അതിനെതിരായ ഏറ്റവും നല്ല പ്രതിരോധങ്ങളിലൊന്ന് സംഘടിത സക്കാത്ത് സംരംഭമാണ്. അപ്പോൾ അതിനെതിരെ വരുന്ന വിമർശങ്ങളെപ്പോലും അദ്ദേഹം ആ കള്ളിയിലേക്ക് ചേർക്കുകയും നന്മയ്ക്കെതിരെ നിൽക്കുന്ന ആളുകൾ എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായി ആരാണ് ഇതിൻ്റെ അവകാശികൾ എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇസ്ലാമിക പണ്ഡിത ലോകം അതിൻ്റെ വിശദീകരണം എന്ന രീതിയിൽ എങ്ങനെയെല്ലാം വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് മതം പഠിച്ച പണ്ഡിതന്മാർ പറയുന്ന സമയത്ത് അത് നന്മയ്ക്ക് വിലങ്ങിടലാണ് എന്ന് ചിത്രീകരിക്കുകയും അതിനെ ഇസ്ലാമോഫോബിയയുമായി കൂട്ടിക്കെട്ടി വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അത്തരം ബാലിശമായ നടപടികളാണ് ജമാഅത്തിൻ്റെ ഉന്നത നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം സംരംഭങ്ങൾ, ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുന്ന സമയത്ത് സാധാരണഗതിയിൽ പറയാറുള്ളൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ ഒരു സംഘടന മാത്രമായാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കിതാ ചില സ്ഥലങ്ങളിൽ വളരെ കുറച്ച് ആളുകൾ, ചേന്നമംഗലൂരിൽ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് കുറച്ച് ആളുകൾ, അങ്ങനെ ഒരു സംഘടനയെ നിങ്ങൾ അങ്ങനെയാണ് വിലയിരുത്തുന്നതെങ്കിൽ അത് ശരിയാണ്, വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രവർത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനാ ശരീരം തന്നെ വേണ്ട. അതിന് മറ്റ് പലരെയും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. പല രാഷ്ട്രീയക്കാരെ പോലും അതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും. മറ്റു പല സംഘടനകളുടെ ഭാഗമായി നിൽക്കുന്നവരെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇങ്ങനെ ഒരു അന്തരീക്ഷം ജമാഅത്തെ ഇസ്ലാമി രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അവരുടെ പത്രത്തെയും ചാനലിനെയും അവരുടെ മറ്റ് ഇടപെടലുകളെയൊക്കെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തങ്ങളുടെ ചോദ്യത്തിൽ അലിയാർ കാസിമി എന്ന് പറയുന്ന പേര് കടന്നു വന്നു. നമുക്ക് വ്യക്തി ഒരു പ്രശ്നമല്ല, നമ്മൾ വ്യക്തിപരമായ ഒരു അധിക്ഷേപം ഉന്നയിക്കുകയല്ല. പക്ഷേ അലിയാർ കാസിമിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉയർന്നു വരുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ ഒരു പ്രസ്താവനയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടിത സക്കാത്തിന് അനുകൂലമായ വിധത്തിലുള്ള ഒരു നിലപാട് പറയുന്നു. കാരണം ഇസ്ലാമിലെ ഫർളുകളെല്ലാം സംഘടിതമാണ്, അതുകൊണ്ട് സക്കാത്തും സംഘടിതമായാണ് നടക്കേണ്ടത് എന്ന്. ഈ നമ്മളൊരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ലോജിക് മതപരമായിരിക്കണം, പ്രമാണബദ്ധമായിരിക്കണം. അല്ലാതെ അത് അവിടെ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ എങ്ങനെ ആകണം എന്ന് പറയുന്നത് അത് ഇസ്ലാമികമല്ലല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ നമുക്ക് പല രീതിയിൽ യുക്തിവാദത്തിന് അനുകൂലമായിട്ട് വെട്ടിയെടുക്കാനും മുറിച്ചെടുക്കാനും സാധിക്കും. അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, ഇത് പ്രമാണങ്ങൾ വെച്ചാണ് പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റുള്ള ഫർളുകളൊക്കെ സംഘടിതമാണ് എന്ന് പറയുന്നു, അതുകൊണ്ട് ഇതും സംഘടിതമാണ്. മറ്റുള്ള ഫർളുകൾ സംഘടിതമാണോ എന്ന ചർച്ച വേറെയാണ് നിൽക്കുന്നത്. അങ്ങനെ പറയാനിടയാവുന്ന സാഹചര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംസാരിക്കുന്നുണ്ട്. ഞാൻ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി RSSൻ്റെ നേതാക്കളുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ വേറെ ആളുകളുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പക്ഷേ ആ ചർച്ച മറച്ചു വെച്ചു. ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായി ഈ ഫാഷിസത്തിനെതിരെ, സംഘപരിവാറിനെതിരെ വലിയ യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നവരും മറ്റ് സംഘടനകളെ ഫാഷിസ്റ്റ് അനുകൂലികളായി ചിത്രീകരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു സംഘടന RSSൻ്റെ നേതാക്കളുമായി ചർച്ചയിൽ പങ്കാളികളാവുമ്പോൾ കൂടെ ആരുണ്ട് എന്നുള്ളതല്ലല്ലോ. ഈ നേതാക്കൾ പങ്കാളികളാവുന്ന സമയത്ത് അത് തുറന്നു പറയാനുള്ള സത്യസന്ധതയെങ്കിലും കാണിക്കേണ്ട. അത് കാണിച്ചില്ല എന്ന് മാത്രമല്ല, അത് മൂടി വെച്ചു. പിന്നീട് മറ്റൊരു ദേശീയ മാധ്യമം അത് പുറത്ത് കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ളത് അംഗീകരിച്ചത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു RSSനെതിരെ നിരന്തരമായി സമരമുഖത്തുള്ള ഒരു സംഘടന എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പാർട്ടി രഹസ്യമായി ഇങ്ങനെ കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ടോ എന്ന ചോദ്യം ഉയർന്നു. ആ സമയത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് സഹായകമാകുന്ന നിലപാടുമായി രംഗത്തെത്തിയിട്ടുള്ള ആളാണ് അലിയാർ കാസിമി. അദ്ദേഹത്തിൻ്റെ അത്തരം ജമാഅത്ത് അനുകൂല നിലപാടുകളുടെ തന്നെ തുടർച്ചയാണ്. അദ്ദേഹം ഔദ്യോഗികമായി ജമാഅത്ത് ഇസ്ലാമിയിൽ അംഗത്വം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളോട് അദ്ദേഹം യോജിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന് നിരക്കാത്തൊരു കാര്യത്തിന് സ്വീകാര്യത നേടിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മതസംഘടനയാണ് എങ്കിൽ ആ മതസംഘടന തങ്ങളുടെ ഒരു നിലപാടിൽ ഉറപ്പുണ്ടെങ്കിൽ ഇത്തരം ആളുകളുടെ ഒന്നും സഹായമൊന്നും ആവശ്യമല്ല. പറയുന്നൊരു നിലപാടിൽ ഉറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അധിക്ഷേപത്തിൻ്റെ ആവശ്യമില്ല. എന്തിനാണ് ഇവർ വ്യക്തി അധിക്ഷേപം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്? പറയുന്ന വിഷയങ്ങളിൽ വ്യക്തതയില്ല എന്നുള്ള. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനിങ്ങനെ അവസാനിപ്പിക്കുക. അതെന്താണെന്ന് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ നന്നേ ചുരുങ്ങി വന്നൊരു കാലമാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി മാധ്യമം ഉൾപ്പെടെ നേരിടുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി സംഘടനാപരമായി തന്നെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗം സക്കാത്ത് ഫണ്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഫണ്ട് സമാഹരണത്തിൻ്റെ കൂടി വഴി അടഞ്ഞു പോയാൽ ഉണ്ടാകുന്ന വെപ്രാളമാണ് ജമാഅത്തെ ഇസ്ലാം പ്രകടിപ്പിക്കുന്നത്. ഇതിനോട് ചേർത്ത് പറയേണ്ടുന്ന ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിക്ക് നിയമാനുസൃതം വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കാവുന്ന ചില അക്കൗണ്ടുകൾ കേന്ദ്രം മരവിപ്പിച്ചിട്ടുണ്ട്.
അങ്ങനെ മരവിപ്പിച്ച അക്കൗണ്ടുകൾ പുനഃസ്ഥാപിക്കാൻ ജമാഅത്ത് ഇസ്ലാമി സാധിച്ചിട്ടില്ല. ഈ ചർച്ചയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി സ്വാഭാവികമായി കടത്തിക്കൊണ്ടുവരാറുള്ളൊരു കാര്യം മർക്കസുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെയും അക്കൗണ്ട് മരവിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ശരിയാണ്, കുറഞ്ഞ കാലം അത് സസ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ അത് ഒരു വിഷയത്തിൽ അവർക്ക് ആവശ്യമായ രേഖകളോ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങളോ കിട്ടാതിരിക്കുന്ന സമയത്ത് താൽക്കാലികമായി അവർ സസ്പെൻഡ് ചെയ്യും. പിന്നീട് ആ രേഖകൾ കൊടുക്കുകയോ അവർക്ക് വിശദീകരണം കൊടുക്കുകയോ ആ വിശദീകരണം അവർക്ക് ബോധ്യമാവുകയും ചെയ്താൽ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യും. ഈ പറയുന്ന RCFIയുടെ കാര്യത്തിൽ അതാണ് നടന്നിട്ടുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയുടെ അക്കൗണ്ടുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഖത്തറിൽ നിന്നുൾപ്പെടെ വന്നുകൊണ്ടിരുന്ന പണത്തിൽ നിന്ന് വലിയ കുറവുണ്ടായി എന്നൊക്കെയാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് ഇവരുടെ ഏക അവലംബമായിരുന്ന സക്കാത്ത് ഫണ്ടിലേക്ക് കൂടി ആ ഫണ്ടിൻ്റെ വഴി കൂടി അടയ്ക്കുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തിപ്പെട്ടു വന്ന സമയത്താണ് ഇവരെല്ലാ ആടയാഭരണങ്ങൾ അടിച്ചു വെച്ച് പുരോഗമനത്തിൻ്റെ സകല കുപ്പായവും മാറ്റിവെച്ചിട്ട് ഈ തരത്തിലുള്ള വ്യക്തിഹത്യയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. വ്യക്തിഹത്യയല്ല മതമെന്ന് അടിസ്ഥാന പാഠമെങ്കിലും സ്വന്തം അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത നിസ്സഹായമായ നിൽപ്പാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നിൽക്കുന്നത്. ഇതിനെ പൊതുസമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ഇത്തരം വിവാദങ്ങളെ? ഇതൊരു മതബന്ധിതമായ വിഷയമാണ്. ജമാഅത്ത് ഇസ്ലാമിയോട് അവരുടെ മതരാഷ്ട്ര സങ്കല്പവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളൊക്കെ മറ്റു പല സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. ഇത് പക്ഷേ കുറേ കൂടി വിശ്വാസികളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് സംഘടനകൾ ഇതിൽ താല്പര്യത്തോടു കൂടി ഇടപെടുകയോ ചർച്ചയുടെ ഭാഗമാവുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി നിരന്തരമായി തുറന്നു കാണിക്കപ്പെടുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ പല പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്ന് ആളുകൾക്ക് മനസ്സിലാകാനുള്ള അവസരമായി അവരുടെ ഈ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് കേവലം വാചകമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവാനുള്ള സന്ദർഭമായി, പൊതുസമൂഹത്തിന് കൂടി മനസ്സിലാക്കാനുള്ള സന്ദർഭമായി ഈ ബൈത്ത് സക്കാത്ത് വിവാദകാലം, ഈ സക്കാത്ത് ഫണ്ട് വിവാദകാലം മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സക്കാത്ത് മാത്രമല്ല, ജമാഅത്ത് ഇസ്ലാമിന്റെ പല എജണ്ടകളെയും പരിശോധിക്കാനുള്ള ശരിയായ ജമാഅത്ത് ഇസ്ലാമി പുറത്തു വന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ശരിയായ ജമാഅത്ത് ഇസ്ലാമി ഇതുവരെ അവരൊരു മുഖം മൂടി ധരിച്ചിട്ട് വളരെ മാന്യന്മാരായിട്ട് വളരെ സഹിഷ്ണുതയുള്ള ആളുകളായിട്ടാണ് ഇവർ പെരുമാറിക്കൊണ്ടിരുന്നത്. ആ പൊയ്മുഖ് മടർന്നു വീഴുകയും യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമി സ്റ്റേജിൽ ഹാജരാവുകയും ചെയ്തിരിക്കുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വാദങ്ങളും അബദ്ധജടിലമായിരുന്നു എന്ന് വ്യക്തമാക്കാൻ കൂടി ഈ ബൈത്തു സക്കാത്ത് പദ്ധതിയിലൂടെ സാധിച്ചിരിക്കുന്നു എന്നാണ് ഈ ചർച്ചയിൽ വ്യക്തമാകുന്നത്. എന്തായാലും ബൈത്തു സക്കാത്ത് അടക്കമുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പദ്ധതികൾ അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരം പദ്ധതികളെ ഒരു വിധത്തിലും ഒരു മുസ്ലിം വിശ്വാസിക്ക് അനുകൂലിക്കാനും കഴിയുകയില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരി, ഡോക്ടർ ഉമറുൽ ഫാറൂഖ് സക്കാഫി കോട്ടുമല, മുഹമ്മദ് അലി കിലാനൂർ, 3 പേർക്കും നന്ദി. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. ഓക്കെ. waytonikah.com, the exclusive Muslim matrimonial site.